ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പം വേറെ ഒന്നുമല്ല, നമ്മൾ ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സ് അതുപോലെ ഗെയിം പ്ലേ കാര്യങ്ങളൊന്നും ആയിട്ടല്ല ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ സ്നൈപ്പർ വെച്ചിട്ട് എങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ള അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ കളിക്കുന്ന കളിക്കുന്ന ആൽഫ ഗെയിമിങ്ങും B2 ഒക്കെ ആണ് കുറേ ഗെയിമേഴ്സ് ഉണ്ട്. നമ്മൾ AWM സ്നൈപ്പറൊക്കെ വെച്ച് കളിക്കുന്ന പ്ലേയേഴ്സ്, അവരൊക്കെ പോലെ എങ്ങനെയാണ് നമ്മൾ അടിപൊളിയായിട്ട് കളിക്കുക എന്നൊക്കെ പറ്റിയുള്ളൊരു വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് കളിക്കുക എന്നൊക്കെ പറ്റിയുള്ള ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളന്ന് അമർത്തുകയാണെങ്കിൽ ഞാനും ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളൊരു സ്നൈപ്പിംഗ് പ്ലെയർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് വേറെ ഒന്നുമില്ല, നമ്മുടെ സെറ്റിങ്സിലാണ് വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എടുത്ത് ജസ്റ്റ് നമ്മുടെ രണ്ടാമത് കിടക്കുന്നുണ്ട് നമ്മുടെ കൺട്രോൾസിൽ, ജസ്റ്റ് നിങ്ങൾ നമ്മുടെ കൺട്രോൾസ് എടുത്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നീ കാണാൻ പറ്റും. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഹോൾഡ് ഫയർ എന്നാണ് എന്തോ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓണായിട്ട് കിടക്കുന്നത് ജസ്റ്റ് ഓഫാക്കി ഇരുന്ന് കാണിച്ചാൽ കുറേ പേര് ഓഫായിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഓഫായിട്ടാണ് നിങ്ങൾ കിടക്കുന്നെങ്കിൽ നിങ്ങൾ സ്നൈപ്പർ യൂസ് ചെയ്ത് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് സാധാ ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കോപ്പ് ഓൺ ആവത്തില്ല. അപ്പോൾ നമുക്ക് എനിമീസിനെ കില്ല് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാക്കാനും, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കില്ലെടുക്കാൻ പറ്റത്തില്ല. ആ ഒരു സെറ്റിങ്സ് നിങ്ങളതിൽ ഓഫായിട്ട് കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗണ്ണ് സ്വിച്ച് ചെയ്ത് അടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഒരു മിഡിൽ റേഞ്ച് നിൽക്കുന്ന എനിമീസിന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ല് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സെറ്റിങ്സ് ഓഫ് ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു സെറ്റിങ്സ് ഓൺ ആക്കിയിടാൻ ശ്രമിക്കുക. നിങ്ങൾ ഓണാണോ ഓഫ് അല്ലേ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനിയിപ്പോൾ അതിനെപ്പറ്റി യാതൊരു ധാരണ ഇല്ലാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ ഒരു സെറ്റിങ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെറ്റിങ്സ് ഓൺ ആക്കിയിടുന്നതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ ഞാൻ ഫയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ സ്കോപ്പും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. സാധാ ഫയർ ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ എനിക്ക് സ്കോപ്പ് ഓൺ ചെയ്യുന്നത് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കളിക്കാൻ വെച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ എനിമി വന്നിട്ടുണ്ട്, അവനെ പെട്ടെന്ന് തന്നെ അടിച്ചിട്ടുണ്ട്. ആ സ്കോപ്പ് ഓൺ ചെയ്യുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അവനെ കില്ല് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഉപയോഗിച്ച് നിങ്ങളും കളിക്കുകയാണ് ചെയ്യും. നിങ്ങൾക്കൊന്നും വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ കളിക്കുന്ന പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗണ്ണ് സ്വിച്ച് ചെയ്ത് അടിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് സ്വിച്ചിങ് ഗണ്ണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ ചെയ്യും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് എൻ്റെ ഗെയിം പ്ലേ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും ഒരു സെറ്റിങ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടൈപ്പ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടു ടിപ്പും പാടെ ഇനി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ടിപ്പ് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലൊക്കെ എടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആ ടിപ്പ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ സെറ്റിങ്സിലാണ് ആ ടിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഞാനിതിൽ നൈസായിട്ട് എൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ സെറ്റിങ്സ് പോലെ നിങ്ങൾ വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു സെറ്റിങ്സ് മാത്രം നിങ്ങൾ കറക്റ്റായി വെച്ചാൽ മാത്രമേ നിങ്ങൾക്കും കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നും, നമ്മുടെ ഈ കേറ്റിൻ്റെ ഇമോട്ട് ഇടുന്ന ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കാറ്റിൻ്റെ ഇമോട്ട് ഇടുന്ന ആ ഒരു എന്തോ ഒരു സംഭവത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത് അറിയാവുന്നവർ ജസ്റ്റ് അത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് വെച്ചിട്ട് ഇന്നത്തെ നമ്മളൊരു കളി എന്ന് വെച്ചാൽ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ കില്ലെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ കുട്ടികൾക്ക് സംശയമുണ്ട് ഇത് വെച്ചിട്ട് എങ്ങനെ കില്ലെടുക്കുക. അപ്പോൾ ഇത് വെച്ച് കില്ലെടുക്കുന്നല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഞാൻ വെക്കുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് സെൻറ്ററിൽ നമ്മളൊരു ഹോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ നേരത്തെ കാണിച്ചല്ലോ, ആ ഒരു ഹോൾ നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ തന്നെ നിങ്ങൾ ഈ കാറ്റിൻ്റെ ഈ ഒരു സിമ്പിൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്ക് സംശയമാണ് ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വേറെ ഒന്നുമല്ല, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും എൻ്റെ ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാറ്റിൻ്റെ ഐക്കണും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത് വെക്കുന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് അതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കിപ്പോൾ എനിമി ഇപ്പോൾ അത് എൻ്റെ അടുത്ത് കൂടെ പോവുകയാണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ അവന്മാർ അടിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്കൊരു ഐക്കൺ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ടൈം വെച്ചിട്ട് നമ്മൾ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എനിമീസിന് പെട്ടെന്ന് അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് കറക്റ്റായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ തന്നെ 2 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സെറ്റിങ്സും കാര്യം കറക്റ്റായിട്ട് വെക്കുക വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾക്ക് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിച്ച് നിങ്ങളിപ്പോൾ തന്നെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സും നിങ്ങളിപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളതാക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാം.